ഇന്നുണ്ടല്ലോ രാത്രിയിൽ കുറച്ച് കൈപ്പത്തിരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. കൈപ്പത്തിരി എന്നാണ് ഇതിൻ്റെ പേര്. കുറച്ച് കട്ടിയുള്ള പത്തിരിയാണ്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടി കഴിഞ്ഞപ്പോൾ അതിലത്തെ എല്ലെടുത്തിട്ട് അത് മാത്രം എടുത്തുകൊണ്ട് കുറച്ച് കറി അങ്ങോട്ട് വെച്ചിട്ടാണ് എല്ലുകറി. അപ്പോൾ ഈ പത്തിരിയും ആ എല്ലുകറിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു സംഭവമാണ്. നമ്മൾ കപ്പ എല്ലും കഴിക്കില്ല, അതുപോലെ തന്നെ സംഭവം. അപ്പോൾ ഈ പത്തിരി ഇതുപോലെ നുറുക്കി അങ്ങോട്ട് ഇടുക. എന്നിട്ട് എല്ലുകറി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം മിക്സിങ്ങിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ ഇറച്ചി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഈ പത്തിരി ഉണ്ടാക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കപ്പേനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ കൈപ്പത്തിരിയും എല്ലും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ്. ഇത് കഴിച്ചവർക്ക് അറിയാൻ പറ്റൂട്ടോ ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. ഈ കപ്പ ഇറച്ചിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഇതുപോലെ പത്തിരി ഇളക്കിയത്, കൈപ്പത്തിരി ഇളക്കിയത് എന്നാണ് പറയുന്നത്. സാധാ പത്തിരി അല്ല കേട്ടോ അത്. ഇനിയിപ്പോൾ രാത്രിയിൽ ആരും ചോറൊന്നും കഴിക്കില്ല കേട്ടോ. ഇതാണ് ഇനി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കട്ടൻ ചായയും കൂടി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതും കട്ടൻ ചായയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാം. സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ നല്ല സ്പെഷ്യൽ ഐറ്റം ഉണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. നല്ല എല്ലുകറി കൈപ്പത്തിരി ഇളക്കിയത് അടിപൊളിയാണ് കേട്ടോ.